അവളുടെ വയറിന് നല്ല പരിക്കൊറ്റിയിട്ടുണ്ട്. അവൾ ബോധം കെട്ട് വീണു. രാവിലെ എണീച്ചപ്പോൾ തന്നെ കാണുന്നത് അവളുടെ വയറ്റിൽ മുറിവാരോ കെട്ടിവെച്ചതാണ്. ഈ സമയത്ത് അവൾക്ക് നല്ല വിശക്കുന്നുണ്ടായിരുന്നു. അക്കൂറിയത്തിൽ നിന്ന് അവൾ ജീവനോട് മീനിനെ പിടിച്ച് കഴിക്കുന്നത് കണ്ടുകൊണ്ടിരിക്കുന്നു ടോം. അപ്പോൾ ടോം പറയാണ്, നിനക്കുള്ള ഫുഡ് ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്, കൂടാതെ നീ എൻ്റെ പട്ടിനെ പിടിച്ചൊന്നും കഴിക്കരുതെന്ന് അവൻ പറയുകയാണ്. അവൻ അവൾക്ക് ചായ കുടിക്കാനൊക്കെ പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നീ ആരാ, നീ എവിടെ നിന്നാണ് വന്നതെന്നൊക്കെ അവൻ ചോദിക്കുകയാണ്. അപ്പോൾ അവൾ പറയുകയാണ്, ഞാൻ അറ്റ്ലാന്റിസിൻ്റെ രാജ്ഞിയാണ്, എൻ്റെ പേര് അറ്റ്ലാനയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവൾ പറയുകയാണ്. അങ്ങനെ ടോം അവനെ സ്വയം പരിചയപ്പെടുത്തുകയാണ്. ഞാനൊരു ലൈറ്റ് ഹൗസ് കീപ്പറാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ അവൻ പറയുന്നുണ്ട്. അവളിപ്പോൾ കരയിലേക്ക് വന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അവളുടെ വീട്ടുകാരെ ഉറപ്പിച്ച കല്യാണത്തിന് അവൾക്ക് സമ്മതമല്ല. ഇപ്പോൾ ടോമും അറ്റ്ലാനയും പരസ്പരം ഇഷ്ടത്തിലായി. അവരുടെ കല്യാണം കഴിഞ്ഞു. അവർക്കൊരു കുഞ്ഞുണ്ടായി. അവന് ആർദർ എന്ന് പേര് വെച്ചു. അങ്ങനെ ഒരു ദിവസം അറ്റ്ലാന ആർദറിന് അവരുടെ സ്ഥലത്തെ കഥകളൊക്കെ പറഞ്ഞു കൊടുക്കുകയായിരുന്നു. അപ്പോൾ കുറേ പേര് അവളുടെ വീട് അതിക്രമിച്ചു വന്നു. അറ്റ്ലാന വേഗം കുട്ടിയെ ടോമിൻ്റെ കയ്യിൽ ഏൽപ്പിച്ച് അവളുടെ ആയുധം കൊടുത്ത് അവരെ നേരിട്ടു. അങ്ങനെ ആ പോരിൽ അവൾ തന്നെ ജയിക്കുകയും ചെയ്തു. അങ്ങനെ അവളൊരു തീരുമാനം എടുത്തു. ഇനി ഇവിടെ നിന്ന് അവളുടെ കുഞ്ഞിനും ഭർത്താവിനും അത് ജീവൻ ആപത്താന്നുള്ള കാര്യം അറിയാവുന്നതുകൊണ്ട് അവൾ കരവിട്ട് പോകാൻ തീരുമാനിക്കുകയാണ്. പോകാൻ നേരത്ത് അവൾ ടോമിൻ്റെ അടുത്ത് പറയുകയാണ്, ഞാൻ ഒരു ദിവസം സൂര്യൻ ഉദിക്കുമ്പോൾ ഇവിടെ വരും, അപ്പോൾ നീ ഇവിടെ ഉണ്ടാവണം എന്ന് പറഞ്ഞ് അവൾ കടലിലേക്ക് തന്നെ പോവുകയാണ്.